പിന്നെ ഇജ്ജല്ല ജാഫറാബാദി വേണം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊടുന്നേ 1.10 നമ്മള് ചോദിക്കണേ. എത്രക്കുണ്ട്? നിങ്ങൾ ചെയ്യാത്ത ഞങ്ങളെ മുതൽ ഞങ്ങൾ എല്ലാം അറിയോ. നിങ്ങൾ ചെയ്തിട്ടുണ്ടാ ഈയെന്നല്ലല്ലോ ഞങ്ങൾ ചോദ്യം. കണ്ണൊക്കെ കാണൂ. അത് അനക്ക് കണ്ണാത്ത പ്രശ്നം. കണ്ണല്ല അതിന്റെ പുറത്ത് തലിക്ക്. ജാഫറാബാദ് ഇങ്ങനെയല്ലാണ് മനുഷ്യ. തോല് കട്ടിണ്ടാവില്ലേ? അതിപ്പോ എല്ലാരും ഒരേപോലെ കട്ടി ഇതൊക്കെ ഉണ്ടാവും, കുറവും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? എത്ര പറ്റി കണ്ടിക്കണ്? എത്ര കണ്ടിക്കണ്? ജാഫറാബാദിയാ? ഇത് പൊന്നാര ചങ്ങായി മോഹവലാണ്. മോഹവല പെരുന്നാളാ? 80 റുപ്യക്ക് വരില്ല. 80 റുപ്യക്ക് വരില്ല. ഇത് മോഹവല 80 റുപ്യക്ക് കാണ്ട് കൊടുക്കുക. അല്ല പവർ കണ്ടില്ലേ അതിന്റെ? കാണുമ്പോ തന്നെ ആദ്യമല്ലേ പേടിയാവും. രാത്രി മുമ്പാരത്തൊന്നും കൊണ്ടുപോയി കെട്ടിട്ടാ. കാരണം പേടിയാവും. അപ്പൊ പേടിയാവും. എന്നിട്ട് എന്താ പിന്നെ അൻപറ 80 റുപ്യക്കാ ചോദിക്കണേ. ഞാന് വന്ന കാരണമായിട്ട് ചോദിച്ചിരുന്നുള്ളൂ. 80 എനിക്ക് വലിയ 7 ആള് വേണം. 7 ആളെ കൂട്ടും വേണം. അത് കുഴപ്പമില്ല. 6 ആളായാലും മതി. ആ എന്താണ് ജാഫറാബാദി? നല്ല 85 റുപ്യ. 1.10 പറഞ്ഞതിന് അത് മര്യാദ വിലല്ലോ. ഇത് 4 ആൾക്കാരോട് ചോദിച്ചു നോക്ക്. 85-ആണെങ്കിൽ നാളെ കൊണ്ടുപോകും. അല്ല പെരുന്നാളിന്റെ തലേ ദിവസം. ഇത് അടുക്കള പെട്ടെന്ന് 1.10 ഞാൻ പറഞ്ഞു മുതലാവും. 85-ന് 80 അലിയായ കാരണം നമുക്ക് 85-ന് ഞാനേ കൊടുക്കില്ല. ലാസ്റ്റ് 1 റുപ്യക്ക് ഉണ്ടാവും. എന്താണ് ഇറച്ചി പള്ളക്കണ്ണിയൊക്കെ എടുത്ത് നോക്കിട്ട് എന്ത് പള്ളക്കണ്ണി പൊട്ടിട്ട് തിന്നണന്നെ ഉണ്ടാവും. ഫുള്ള് നിറച്ചിട്ടാലേ ഇത് പൊന്നാരല്ലേ? ഇത് നല്ല കാര്യത്തിനാണ്. പറഞ്ഞോ ഇത് പിടിക്കണോ? ഹൈദരാബാദിന്റെ അപ്പുറത്തുള്ള സ്ഥലത്തെ മുമ്പത്തെ പോലെ പോത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പൊ ഇറക്കാൻ പാടില്ല. എത്ര റുപ്യ പോസ്റ്റ് മറ്റേ അധികം നോക്കണ്ട. എന്നാലും 95 റുപ്യക്കാണ് കൊണ്ടുപോയി. അതിന്റെ അപ്പുറത്തേക്ക് പരിപാടിയില്ല, മുതലില്ല. ഇതിപ്പോ പൊന്നാരിച്ചങ്ങായി മോഹവലെ ജാഫറാബാദി. കാരണം അതിന്റെ തല ഇങ്ങോട്ട് എന്താ മണ്ടക്കനോ? അതിന് കാര്യേ ഇവിടെ നോക്കിട്ട് അവിടെ നോക്കണ്ട. നിങ്ങൾ തല നോക്കിയാൽ മതി. എന്താണോ മര്യാദ ചോദ്യം ഇപ്പൊ എത്ര പറഞ്ഞു? 95 പറഞ്ഞു. 1.10 വരെ 95. ഇനി നമുക്ക് അടുപ്പിച്ച് നടക്കുവോ? ഞാൻ എന്നെ പറഞ്ഞ 87 വരെ ചോദിച്ചു. 87 വരെ അറക്കണം എന്നേ കൊണ്ടുപോകുള്ളൂ തലേ ദിവസം. അതിന് നോട്ടക്കായും വേണ്ടി വരും. നോട്ടക്കായി ഇവിടെ എത്ര പോത്തള നോക്കണ്ടായിട്ട് നമ്മള് പോത്തള നോക്കാൻ ചെലവൊന്നുമില്ല. തെറ്റിപ്പോലെ പാടത്തേക്ക് കെട്ടണ പാടത്തേക്ക് കെട്ടാൻ ഒരു മനുഷ്യൻ എന്തായാലും ഇവിടെ മെനക്കണ്ടേ? എത്ര പോത്തലുണ്ട്? പോത്തള 30 അത് എവിടെ എത്തി ചോദ്യപ്പെടുത്തി 87 കൊടുക്കാൻ 95 പറഞ്ഞു. മറ്റൊരു കുറ്റക്ക് ഒന്നും കണ്ടില്ല. അവരൊക്കെ കൂടി പറഞ്ഞു ഒരു 85-ന് ലാസ്റ്റ് ആണെങ്കിൽ എടുത്തിട്ട് പോരെന്നാണ്. ഇന്റെ കണക്കിലാണ് ഞാൻ 2 റുപ്യ കൂട്ടി. ഫിക്സഡ് ആയില്ലപ്പോഴും. ഇല്ല 95-ന് ഒരു പൈസ കുറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ ആർക്കാച്ച കൊടുത്താ എന്താ നിങ്ങൾ ഇങ്ങനെ അടങ്ങി എന്ത് ഈ ചില്ലറ കായ്ക്ക് തെറ്റിപ്പോണ്? ആ പോയിക്കോളി. 95 എന്താ 85 എന്താ തല കറങ്ങുക? ആ അതിനുണ്ടാ? ഞാൻ 1.10 പറഞ്ഞു. പോത്ത് മോഹവലെ
അത് നടക്കില്ല അത് നടക്കില്ല മേടിക്കണോടത്ത് വില കൂടി പോയിക്കോ അതില്ല മേടിക്കണോടത്ത് വില കൂടി പോയിക്കോ ഇതൊന്നും ഞാൻ അവരോട് ചോദിക്കാതെ നമ്മളെ ഇതിപ്പോ ദേശം പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. മര്യാദ വില 1.10 പറഞ്ഞ 1.10 വില പറഞ്ഞ് ഞാൻ മര്യാദ വിൽക്കനല്ലേ, ചന്തിക്കനില്ല എന്നുള്ള പാടത്ത് കൊണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കണം. അവിടുന്ന് മേടിച്ചോളി. എന്നാ പോയിക്കോളി. ഇന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടായ ഒന്നും കിട്ടില്ല. അതാണെങ്കി ഉള്ളൊക്കെ മടായി എന്ന് പറഞ്ഞു. ഇത് നോക്കിക്കോ നല്ല പോത്താ. എത്രക്കുണ്ട്? കിട്ടേണ്ട റേറ്റാ പറഞ്ഞോ? 85 റുപ്യ. മറ്റേ കണ്ടിട്ട് പേടിയാവണ്ട, ഇത് പിന്നെ പേടിക്കണ്ട. ഒരു മുതലാണിത്. 160-170 ഉണ്ടാവുക. 170. ഇതാ പോത്തിന് മേടിക്കുന്നത്. ഇത് മേടിക്കാനാ നിക്കണ്. ഇതൊക്കെ തീർന്നിട്ടുള്ളൂ. തീർന്നിട്ടുള്ളൂ. വേണമെങ്കിൽ കൊണ്ടോയിക്കോ. എത്ര ഉണ്ടാവും? രണ്ടുണ്ടാവുക. അതൊക്കെ തീർമുണ്ട്. എത്ര പറഞ്ഞ 85 റുപ്യ തീർമണിച്ച് കൊടുക്കും. 85 റുപ്യ. ഞാനേ ഇതൊരു മുതലുണ്ട്. ഞാനൊരു വിലയാണ് പറയും. നിങ്ങളായിട്ട് തല്ലൂടാൻ ഞാനില്ല. അതിനൊക്കെ മര്യാദ വില ഞാൻ പേടിച്ചു പറഞ്ഞാണ് നിങ്ങളോട്. ഇത് പേടിക്കണ്ട. എന്തിനാ പേടിക്കാല്ലേ? ഇങ്ങനെ പിടിച്ചെത്തൂല. ഇവിടെ നിക്കണൊക്കെ പോത്തളന്നെ. എല്ലായിടത്തും പോത്തുണ്ട്. 65 കൊടുക്കോ? 65 80 അടുത്ത് എത്തി ചോദ്യം. 80 അടുത്തേക്ക് ചോദ്യം 80 അടുത്തേക്ക് ചോദിച്ചിട്ട് കൊടുത്തില്ല. പിന്നെ 65 ചോദിക്കണ്. 80 ആലോചിച്ച് 80 അടുത്തേക്ക് എത്തി നമ്മളെ പള്ളിക്കല്ലേ. നിങ്ങളറിയണ്ട, നമ്മളെ കുടുംബക്കാരനെ. എന്താ അഭിപ്രായം? എന്നാ വൈകുന്നേരം ഞാനേ മറ്റേ വരാം. ഈ ആദ്യ ചോദ്യം വന്ന് ചോദിക്കരുട്ടാ. ഹലോ, നിങ്ങൾ പറഞ്ഞ വിലക്ക് ഞങ്ങൾ പറഞ്ഞ വിലക്ക് അല്ല ചോദിച്ച വില കൂടെ പറഞ്ഞു. 80 അടുത്തേക്ക് ചോദ്യം വന്നു. വയറാണ് കൂടുതൽ. വയറില്ലാത്ത പോത്തുണ്ടാവോ? പിന്നെ തിന്നുമ്പോ വയറന്നല്ല ഉണ്ടാവുക. നിങ്ങൾ കച്ചവടക്കാരെ, നിങ്ങൾ അതിന് 1.10 പറഞ്ഞ ആൾക്കാരാണ്. പിന്നെന്താ ഞങ്ങള് വില പറയുന്നേ? പിടിച്ചാത്തില്ല. പിന്നെ അതിനൊക്കെ ഇറച്ചി തോന്നുന്നു. ഇന്നതാ മേടിച്ചോ, ഇത് മുതലാണ്. ഇറച്ചി തോന്നാണ്ട് മേടിച്ചോ. എന്താ വേണ്ടേ? ഒരു 65 വരെ ചോദിച്ചിട്ടുണ്ട്. 65 വരെ അതുള്ളൂ. മറ്റൊരെന്താ പറയാ? 65 ഉള്ളൂ കയ്യില് കൊടുന്നതില്. 80 ആൾക്ക് ചോദിച്ചെന്താ പറയാ? അവരെന്താ പറയാ? നമുക്ക് വൈകുന്നേരം കച്ചവടക്കാം. വൈകുന്നേരം പോത്ത് പറ്റില്ല. പോത്ത് കുഴപ്പമില്ല. ആ പോത്തിനേക്കായി ജാഫറാബാദി നാട്ടിയാ. ജാഫറാബാദി അങ്ങനല്ല, ഈ മോഹവിലക്ക് കൊടുക്കണാണ്. ഇത് ഓലക്ക് ഇതിനൊക്കെ ആയിട്ട് ഇറക്കണം. എത്ര പേരെ ചോദിച്ചിട്ട് 80 അടുത്ത് 85 പേയ്മെന്റ് കൊടുക്കാം. 6 മണി കെട്ടി കൊടുക്കാം. ഇതിനൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് പോരി. ആയിക്കോട്ടെ.